പ്രിയപ്പെട്ട തമ്പി സാറിന് ഒരിക്കൽ കൂടി മാതൃഭൂമിയുടെ സ്നേഹം സ്വാഗതം. മഹാനായ ഒരു വ്യക്തിയുടെ ജന്മ ശതാബ്ദി ഓർമ്മയിലാണ് നാം ഇപ്പോൾ പോകുന്നത്. പാട്ടിനെ കേൾക്കുകയല്ല, പാട്ടിനെ അനുഭവിക്കുകയാണ് ഭാസ്കരൻ മാഷിൻ്റെ നമ്മൾ ചെയ്യുന്നത്. ഒരു മഞ്ഞടി പൂനിലാവ് ഒഴുകിപ്പരന്ന ഒരു നാടൻ ഇടവഴിയിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമാണ് അദ്ദേഹത്തിൻ്റെ ആ ഗാന ഓരോന്നിലൂടെയും നമ്മളെ അനുഭവിപ്പിക്കുന്നത്. കൂടുതൽ പറയാൻ തമ്പി സാറുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പി ഭാസ്കരൻ മാഷുടെ ആത്മകഥയിലെ ഒരു അധ്യായത്തിൻ്റെ പേര് ശ്രീകുമാരൻ തമ്പി എന്നാണ്. മദ്രാസിൽ എഗ്മോറിൽ കൂവം നദിക്ക് അടുത്തൊരു വീട് വെക്കുമ്പോൾ കടന്നു വന്ന ചെറുപ്പക്കാരനായ ഒരു എഞ്ചിനീയറെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. എനിക്കൊന്ന് ആ ഓർമ്മകളിൽ നിന്ന്, ആ ആദ്യകാല ഓർമ്മകളിൽ നിന്ന് നമുക്ക് ഭാസ്കരൻ മാഷിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു സാർ. പി ഭാസ്കരൻ മാസ്റ്ററുടെ ജന്മശതാബ്ദിയാണ് ഈ വർഷം. പി ഭാസ്കരനും ശ്രീകുമാരനും തമ്മിലുള്ള ബന്ധം രണ്ട് കവികൾ തമ്മിലോ, രണ്ട് പാട്ടെഴുത്തുകാർ തമ്മിലോ, രണ്ട് സംവിധായകർ തമ്മിലുള്ള ബന്ധമല്ല. അത് വളരെ അപൂർവമായൊരു ബന്ധമാണ്. കാരണം തനിക്ക് പിന്നാലെ വന്ന ഒരു കവിയെ തന്നോടൊപ്പം ഇരുത്തി ആശ്ലേഷിച്ച മഹാമനസ്കനാണ് പി ഭാസ്കരൻ മാസ്റ്റർ. അങ്ങനെ ഒരു കവിയെ മലയാളം ഇതുവരെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തൻ്റെ പിന്നാലെ വരുന്നവരെ എങ്ങനെ ചവിട്ടി നിരത്താം എന്ന് വിചാരിക്കുന്ന പ്രതിഭാശാലികളാണ് അധികവും. ഇതിനൊരു മറുവശമുണ്ട്. ഞാൻ ബാലപംക്തിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്ത് കൗമുദി ലീഗ്, അതായത് കെ ബാലകൃഷ്ണൻ്റെ കൗമുദി, അതിനകത്ത് ഏറ്റവും വലിയ ഒരു സാഹിത്യമാസിക അതായിരുന്നു. അന്ന് മാതൃഭൂമി കൊച്ചിക്ക് തെക്കോട്ട് അധികം പ്രചാരത്തിലില്ല. ഞാൻ പറയുന്നത് 1950കളുടെ അവസാനത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ കൗമുദി വാരികയിലെ ബാലപംക്തിയിൽ ഞാൻ എഴുതുന്ന കാലത്ത് മലയാള രാജ്യം ബാലപംക്തി അതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അന്ന് ഒരു 16 വയസ്സുള്ള ഞാൻ ആദ്യമായൊരു ലേഖനം എഴുതിയത് പി ഭാസ്കരനെ കുറിച്ചാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഉപന്യാസം പി ഭാസ്കരനെ കുറിച്ചാണ്. എന്നാൽ അദ്ദേഹത്തിന് എന്നെ അറിയില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അത് പി ഭാസ്കരൻ എന്ന കവി എന്ന പേരിൽ ആ ഉപന്യാസം ഞാൻ കൗമുദി ലീഗിലേക്ക്, അതായത് ബാലപംക്തിയിലേക്ക് അയക്കുന്നു. അപ്പോൾ കൗമുദി ലീഗ് കൈകാര്യം ചെയ്യുന്നത് കെ ബാലകൃഷ്ണൻ്റെ ഭാര്യയായ ചന്ദ്രിക ബാലകൃഷ്ണനാണ്. ഉഷച്ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആ പങ്ക്തി നയിക്കുന്നത് ഉഷച്ചേച്ചിയാണ്, പക്ഷേ അത് യഥാർത്ഥത്തിൽ ചന്ദ്രിക ബാലകൃഷ്ണനാണ്. അപ്പോൾ ഈ ലേഖനം വായിച്ചിട്ട് അവർ ചന്ദ്രിക ചേച്ചി അത് ഭർത്താവിനെ കാണിച്ചു, കെ ബാലകൃഷ്ണനെ കാണിച്ചു. അപ്പോൾ എനിക്ക് 2 സമ്മാനങ്ങൾ, 2 മത്സരങ്ങളിൽ എനിക്ക് സമ്മാനം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് കെ ബാലകൃഷ്ണൻ എന്ന ബാലേട്ടൻ എന്നെ അറിയാം. കാരണം ആദ്യത്തെ വർഷം കവിതയ്ക്ക് 1ാം സമ്മാനം, 2ാമത്തെ വർഷം ചെറുകഥയ്ക്ക് 2ാം സമ്മാനം. അപ്പോൾ ഈ പി ഭാസ്കരനെ കുറിച്ചുള്ള എൻ്റെ ലേഖനം വായിച്ചു കഴിഞ്ഞ് ബാലേട്ടൻ പറഞ്ഞു, ഇവൻ ഇനി ബാലനല്ല, ഇവന് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അത് പൊതുപംക്തിയിൽ പ്രസിദ്ധീകരിച്ചു. അതായത് പ്രശസ്തരും പ്രഗത്ഭരുമായ എഴുത്തുകാരോടൊപ്പം ഹരിപ്പാട്ട് ശ്രീകുമാരൻ തമ്പി എന്ന പേര് വന്നു. അതിന് കാരണക്കാരൻ പി ഭാസ്കരൻ മാഷാണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രകൃതി നിശ്ചയിച്ച ബന്ധമാണ്, കാലം നിശ്ചയിച്ച ബന്ധമാണ്. പിന്നീട് സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം 2 നിർമ്മാതാക്കൾ, 2 ചെറുപ്പക്കാർ എൻ്റെ വീട്ടിലേക്ക് വരുന്നു. അതുവരെ ഞാൻ ഭാസ്കരൻ മാഷെ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല. എനിക്ക് ഭയമാണ് അദ്ദേഹം അടുത്തേക്ക് പോയി സംസാരിക്കുന്ന ഭയം. കാരണം ഞാൻ പൂജിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അകലെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. 2 ചെറുപ്പക്കാർ, കുന്നംകുളത്തുകാർ 2 ചെറുപ്പക്കാർ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ പി ഭാസ്കരൻ അയച്ചതാണ്.
എന്താണ് ഭാസ്കരൻ മാഷോ എന്ന് ചോദിച്ചു. അതെ, നിങ്ങളുടെ കാക്കാത്തമ്പരാൻ്റെ നോവൽ ഞങ്ങൾ സിനിമയാക്കാൻ തീരുമാനിച്ചു. ഭാസ്കരൻ മാഷാണത് സംവിധാനം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ആണ് ഞങ്ങളെ അയച്ചിരിക്കുന്നത്. അന്ന് എനിക്കുണ്ടായ ആഹ്ലാദം പറഞ്ഞറിയിക്കാനാവില്ല. അത് കഴിഞ്ഞ് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല, കാരണം നമുക്ക് വിഷയം പാട്ടുകളാണ്. അത് കഴിഞ്ഞ് ഈ കാക്കത്തമ്പരാൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി, ഒരു ഹോട്ടലിൽ നിന്നാണ് എഴുതിയത്. സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ ഈ കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും ശ്രീകുമാർ നമ്മുടെ ചലച്ചിത്ര ജീവിതം എന്ന പുസ്തകത്തിലുണ്ട്. മനോരമ ബുക്സാണ് അത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ അത് സ്ക്രിപ്റ്റ് നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒന്നും പറയാതെ അദ്ദേഹത്തെ പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്ത് 100 രൂപയുടെ നോട്ട് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ആ പുസ്തകത്തിൽ ഞാൻ അധ്യായത്തിൽ പെട്ട് ഭാസ്കരൻ മാഷ് തന്ന 100 രൂപ നോട്ടെന്നാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തിനാ മാഷ് ചെയ്തതെന്ന് ചോദിച്ചു. അല്ല, ഇപ്പം എൻ്റെ 100 രൂപ ഉള്ളൂ. ഞാൻ സ്വന്തമായിട്ടൊരു സിനിമ എടുക്കാൻ പോവാണ്. അതിൽ തമ്പിയാണ് ആ കഥയും തിരക്കഥയും സംഭാഷണം ഇടുന്നത്. അതിൻ്റെ അഡ്വാൻസായിട്ട് കഴിക്കും 100 രൂപ. അതായത് കാക്കത്തമ്മയുടെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നില്ല. അങ്ങനെയാണ് ഭാസ്കരൻ മാഷ്. അപ്പോഴും അദ്ദേഹം കവിയാണ്. അത് ആ 100 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് അദ്ദേഹത്തിന് പരിപൂർണ്ണ സംതൃപ്തി അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് സുദീർഘമായൊരു ബന്ധമാണ്. അദ്ദേഹം ആദ്യമായിട്ടൊരു വീട് വയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ, ഒരു പഴയ വീട് വാങ്ങി പുതുക്കാൻ തീരുമാനിച്ചപ്പോൾ മദ്രാസിൽ അധികം സുഹൃത്തുക്കളായ അനവധി ആർക്കിടെക്ട്സും എഞ്ചിനീയേഴ്സും ഉണ്ട്. പക്ഷെ എന്നെ വിളിച്ചു പറഞ്ഞു, തമ്പി ഞാനൊരു പഴയ വീട് തമ്പി അത് ശരിയാക്കി തരണം. അപ്പം ഞാൻ പറഞ്ഞു, മാഷെ ഞാൻ മതിയോ, തമ്പി കവിയല്ലേ, ഒരു കോൺട്രാക്ടർ വീട് വയ്ക്കുന്നത് കവി വീട് വയ്ക്കുന്നത് തമ്പി വ്യത്യാസമില്ലേ, അതിന് കുറച്ച് കവിത കൊണ്ടുവരാൻ തമ്പിക്ക് പറ്റും, തമ്പി വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അതാണ് ഞങ്ങളുടെ പിള്ളേ ബന്ധം. ഇപ്പം എൻ്റെ ഹൃദയ സരസെന്ന ഒരു 1001 തിരഞ്ഞെടുത്ത ഗാനങ്ങളെ ഗാനസമാരമുണ്ട്. ആ ഗാനസമാരം പബ്ലിഷ് ചെയ്യുമ്പോൾ ഭാസ്കരൻ മാഷ് അവതാരി എഴുതണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹം അപ്പോഴത്തേക്കും അത് രോഗം ബാധിച്ചു കഴിഞ്ഞിരുന്നത്, ഇത് ഓർമ്മ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇന്ദ്രേശ് എന്നോട് പറഞ്ഞു, തമ്പി പുസ്തകം വായിച്ച് മുഴുവനായിട്ട് അവതാരി എഴുതാൻ അദ്ദേഹത്തിന് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് എഴുതി വാങ്ങാൻ, അപ്പോൾ ഒരു അനുഗ്രഹവാക്യം പോലെ എഴുതി വാങ്ങാൻ പറഞ്ഞു. അദ്ദേഹം അത് ആ സമയത്തും ഒരു തെറ്റും വരുത്താതെ എനിക്ക് എഴുതി തന്നു. അത് ഞാൻ എൻ്റെ സമാഹാരത്തിൽ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എല്ലാ വേദികളിലും എന്നെ ഗുരുവായിട്ടാണ് തമ്പി വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഗുരുവാകാൻ ഞാൻ തമ്പിയെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. തമ്പിയുടെ നേട്ടങ്ങളെല്ലാം സ്വന്തമായി നേടിയതാണ്. എങ്കിലും ഈ ഗുരുസ്ഥാനം ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ അനേകം ധന്യതകളിലൊന്നായി ഞാൻ ഈ ഗുരുസ്ഥാനം സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് ഞങ്ങളുടെ ബന്ധം. ഇനി നമുക്ക് ഭാസ്കർ മാഷയുടെ പാട്ടിലേക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു 70കളുടെ തുടക്കം മുതൽ തന്നെ അങ്ങ് ഭാസ്കരൻ മാഷുടെ അപ്പോൾ 70കളുടെ തുടക്കം മുതൽ തന്നെ ഭാസ്കരൻ മാഷുമായിട്ട് തമ്പി സാറിൻ്റെ ബന്ധം ആരംഭിക്കുന്നുണ്ട്. പലപ്പോഴും കഥയും തിരക്കഥയും ഒക്കെ ഭാസ്കരൻ മാഷ് പലപ്പോഴും ശ്രീകുമാരൻ തമ്പി എന്ന പേരാണ് കാണുന്നത്. 70കളുടെ തുടക്കത്തിൽ ഇടയ്ക്ക് വെച്ചിട്ട് രണ്ടുപേരും കൂടി പാട്ടുകൾ എഴുതുന്നുണ്ട് പല സിനിമയിലും. അത് ഈ പാട്ടിലേക്ക്, കഥയും തിരക്കഥയിൽ നിന്നൊരു പാട്ടിലേക്ക് കടന്നു വരാനുണ്ടായ അദ്ദേഹം പ്രേരിപ്പിച്ചെന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകളും ഒരുമിച്ച് വരുന്നുണ്ട്. ഭാസ്കർ മാഷ് നേരിട്ട് പഠിപ്പിച്ചതല്ല, പറ്റില്ല, കേൾക്കാൻ വയ്യ. വളരെ തൊട്ടടുത്ത് ഇങ്ങനെ അത് ഭാസ്കർ മാഷയുടെ ആദ്യത്തെ പാട്ട് എന്നെ ആകർഷിക്കുന്നത്. തങ്കക്കിനാക്കൾ ഹൃദയേ വീശും വനാന്ത ചന്ദ്രികയാരോ നീ,
തങ്കക്കിനാക്കൾ ഹൃദയവീശും വനാന്ത ചന്ദ്രികയാരോ നീ, സങ്കൽപ്പമാകെ പുളകം പൂശും വസന്തസുമമേ ആരോ നീ. ഈ പാട്ട് ഭാസ്കർ മാഷ് എടുക്കുമ്പോൾ എനിക്ക് 11 വയസ്സാണ്. അപ്പോൾ ഈ പാട്ടാണ് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ എഴുതാമല്ലോ. എൻ്റെ 2-3 കവിത എഴുതി കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്കും പാട്ട് എഴുതണം എന്നൊരാഗ്രഹം എന്നിൽ ഉദിച്ചത് ഈ തങ്കക്കിനാക്കൾ ഹൃദയവീശും വനാന്ത ചന്ദ്രിക ആരോ നീ. അതിൻ്റെ ഈണം ദക്ഷിണാമൂർത്തി സ്വാമിയുടേതാണ്. അത് കാലത്തിൻ്റെ മാന്ത്രിക വിദ്യ എന്ന് പറയുന്നത്. ആ ദക്ഷിണാമൂർത്തി സ്വാമിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പാട്ട് എഴുതിയത് ഞാനാണ് പിൽക്കാലത്ത്. അപ്പോൾ അദ്ദേഹമാണ് ഈ പാട്ട് എഴുതി. അപ്പോൾ അങ്ങനെ ഈ ആഗ്രഹം മനസ്സിൽ ഉണ്ടായിരുന്നു. ഞാൻ പാട്ടുകൾ എഴുതി. എൻ്റെ ആത്മകഥ പറയാൻ ശരിയല്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ നീലക്കുയിൽ എന്ന സിനിമ മാത്രമല്ല, അതിന് മുമ്പ് വന്ന തിരമാലയിൽ താരകം ഇരുളിൽ മായുകയോ താമര പൈങ്കിളി കേഴുകയോ അലറിടും ജീവിത സാഗരവീചിയിൽ നിൻ കളിയോടം താഴുകയോ താരകം ഇരുളിൽ മായുകയോ. ഇത് 1952 തിരമാലയിലെ പാട്ടാണ്. ഓർക്കണം, 52 പാട്ടാണ്. ഇന്നും ഇത് പുതുമയുള്ളതാണ്. അപ്പോൾ ഈ പാട്ട്, ഇതുപോലുള്ള പാട്ടുകൾ, അനവധി പാട്ടുകൾ. പിന്നെയാണ് നീലക്കുയിൽ. 1954 നീലക്കുയിൽ വരുമ്പോൾ, ആ നീലക്കുയിൽ വരുമ്പോൾ ഞാൻ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു വലിയ നീലക്കുയിൽ വലിയ മാറ്റമായിരുന്നു. അതുവരെ സ്റ്റുഡിയോയ്ക്കുള്ളിലായിരുന്ന സിനിമ പുറമേ കുറച്ച് സെറ്റുകളുണ്ടെങ്കിലും കുറച്ച് വെളിയിൽ കൊണ്ടുവന്നൊരു സിനിമ, ഒരു ചിത്രമാണ് നീലക്കുയിൽ. നീലക്കുയിലിന് പിന്നെ വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. പി ഭാസ്കരൻ രാമു കാര്യായിട്ടും ചേർന്ന് സംവിധാനം ചെയ്യുന്നു. അന്ന് രാമു കാര്യായിട്ടല്ല, ആർ കാര്യായിട്ടാണ്. നീലക്കുയിലിൻ്റെ ടൈറ്റിലിൽ സംവിധാനം പി ഭാസ്കരൻ, താഴെ ആർ കാര്യായിട്ടാണ്. അപ്പോൾ ഈ പി ഭാസ്കരനും രാമു കാര്യായിട്ടും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിലിൽ കഥ, തിരക്കഥ, സംഭാഷണം ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ, അതിലെ ഛായാഗ്രഹണം വിൻസെൻ്റ് മാസ്റ്റർ, അതിന് നിശ്ചല ഛായാഗ്രഹണം ശോഭന പരമേശ്വരൻ നായർ. അതായത് ആ സിനിമ കൊണ്ടുവന്ന എല്ലാവരും മലയാള സിനിമയിലെ പ്രതിഭാശാലികളായി വളരെ വളരെ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള ആ ശോഭന പരമേശ്വരൻ നായരാണ് MT വാസുദേവൻ ആദ്യം തിരക്കഥാകൃത്തായി സിനിമ മുറപ്പെട്ട് നിർമ്മിക്കുന്നത്. ആ ശോഭന പരമേശ്വരൻ നായർ ഏറ്റവും വലിയ നിർമ്മാതാവായി മാറി. അതിന് ആ ശോഭന പരമേശ്വരൻ നായരെ സഹായിച്ച പയ്യൻ P. ഡേവിഡ് എന്ന പ്രശസ്ത ചിത്രകാരനായി. അങ്ങനെ ഒരു വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു പടമാണ് അത്. അതിലെ പാട്ടുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേ പാടേണ്ട ആവശ്യമില്ല. മാനൊന്നും വിളിക്കില്ല, മയിലൊന്നും വിളിക്കില്ല. അപ്പം അങ്ങനെ മലയാള ഭാഷയുടെ ലാളിത്യം ആദ്യമായി മലയാള സിനിമയെ കൊണ്ടുവന്നത് ഭാസ്കർ മാഷാണ്. നീലക്കുയിലെ എല്ലാ പാട്ടുകളും. ഇപ്പോൾ മാനൊന്നും വിളിക്കില്ല, മയിലൊന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്ക്, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്ക്, ഉള്ളിൽ കടന്നു കരൾ കൊള്ളയടിക്കും, നിന്നെ കള്ളിപ്പെണ്ണെന്ന് വിളിക്കും. വളരെ സംസാര ഭാഷയിൽ എന്നാൽ കാവ്യ ഭംഗിയോടെ ആണ് അദ്ദേഹം പാട്ട് എഴുതിയത്. അതിന് ഏറ്റവും മനോഹര പാട്ട് എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. നീലക്കുയിലേ നീ വാനത്തിൻ ചുവട്ടിൽ. അത് മനോഹരമായിട്ടുള്ള വരികളാണ് അതിലെല്ലാം. അത് കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ് നമ്മുടെ ഉത്തരേന്ത്യയിൽ സൈഗാളിനെ പോലെ കേരള സൈഗാൾ എന്നറിയപ്പെട്ടിരുന്ന കോഴിക്കോട് അബ്ദുൽ ഖാദറാണ് പാട്ട് പാടിയത്. ബാക്കി മെയിൽ സോങ്സ് എല്ലാം പാടിയത് മെഹബൂബ് എന്ന ഗായകനാണ്. നമുക്ക് വലിയൊരു ഗായകനായിരുന്നു, നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു ഗായകനാണ് അദ്ദേഹം. അത് പാട്ടുകൾ പാടാം. മാത്രമല്ല രാഘവ മാഷ്, ഭാസ്കർ മാഷെ പറ്റിയായിരുന്നു. ഇവർ രണ്ടുപേരും കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഏതാണ്ട് ഒക്കെ സമയമാണെന്ന് സംശയമാണ്. അത് രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ഈ തീരുമാനങ്ങൾ എടുത്തത്. തനി നാടൻ ശൈലിയിൽ എഴുതുക, അതേ നാടൻ ശൈലി ഞാൻ ട്യൂൺ ചെയ്യാം എന്ന് പറഞ്ഞ്. പക്ഷേ ആ പടത്തിലും
ഒരു പാട്ട് വ്യത്യസ്തമായിട്ട് ചെയ്ത സംവിധാനം കൂടിയാണല്ലോ ഭാസ്കർ മാഷ്. അത് ഉണരുണരൂ ഉണ്ണിക്കണ്ണ ശ്രീധര ഉണരുണരൂ ഉണ്ണിക്കണ്ണ എന്നൊരു സെമി ക്ലാസിക്കലിലും ഒരു പാട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗാനരചനയിലെ വൈവിധ്യം അദ്ദേഹം അന്ന് തന്നെ കൊണ്ടുവന്നു, വളരെ മനോഹരമായിട്ട് കാണിച്ചു. പിന്നെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പേര് നാഴിയൂരി പാലെന്നാണ്. ആ നാഴിയൂരി പാല എന്ന പാട്ട് വരുന്നത് നീലക്കോയിൽ പി ഭാസ്കരനും രാമുക്കാരായിട്ട് ചേർന്ന് സംവിധാനം ചെയ്തു. അത് കഴിഞ്ഞ് പി ഭാസ്കരൻ ഒറ്റയ്ക്ക് സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് രാരിച്ചെന്ന പൗരൻ. അവിടെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ആദ്യമായി തനിച്ച് സംവിധാനം ചെയ്ത ചിത്രത്തിൽ പുതുമുഖങ്ങളെയാണ് അദ്ദേഹം അഭിനയിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ പുരോഗമനത്തെ പ്രസംഗിക്കുന്ന ആരും തന്നെ പി ഭാസ്കരൻ ചെയ്ത കാര്യം ഓർക്കുന്നില്ല. സങ്കടകരമായ അവസ്ഥയാണത്. അത് ആദ്യമായി ഒറ്റയ്ക്ക് സംവിധാനം ചെയ്ത ചിത്രത്തിൽ എല്ലാവരും പുതുമുഖങ്ങൾ. ആ ചിത്രത്തിൽ പത്മനാഭൻ ഒരാളാണ് നായകൻ, വിലാസിനി എന്നൊരു പുതിയ നടിയാണ് നായിക. നായകൻ ആരാണെന്നറിയോ? 10 വയസ്സുള്ള ആലപ്പുഴക്കാരൻ ലത്തീഫ്. അങ്ങനെയാണ് പിന്നെ മാസ്റ്റർ ലത്തീഫ് അറിയപ്പെടുകയും പിന്നെ അയാൾ കഥ എഴുതുകയാണ് പോലുള്ള പടങ്ങൾ നിർമ്മിക്കുകയും ചെയ്ത ലത്തീഫ്. ആ ലത്തീഫിൻ്റെ 10ാമത്തെ വയസ്സിൽ ബാലനടനായിട്ട് കൊണ്ടുവന്നു. അയാളാണ് രാരിച്ചെന്ന പൗരൻ. ലത്തീഫാണ്. 10 വയസ്സുള്ള ഒരു കുട്ടിയാണ് രാരിച്ചെന്ന പൗരൻ. അപ്പം അങ്ങനെ വ്യത്യസ്തമായ ഒരു, അതായത് അന്ന് തന്നെ പി ഭാസ്കര മാസ്റ്ററാണ് നവധാര കൊണ്ടുവന്നത് മലയാളത്തിൽ. പക്ഷേ അത് ഒരു നവധാരക്കാർ അംഗീകരിക്കില്ല. അതായത് സങ്കടം. പക്ഷേ ഈ നവധാര എന്ന് പറയാൻ തുടങ്ങുന്ന രാരിച്ചെന്ന പൗരനിലാണ്. കാരണം അതിന് ഒരു പ്രശസ്തനായ ഒരു നടനുമില്ല. അതിൽ അച്ഛൻ്റെ വേഷത്തിൽ വൃദ്ധനായിട്ട് അഭിനയിച്ച ആളാണ് കെ പി ഉമ്മർ. കെ പി ഉമ്മർ രാരിച്ചെന്ന പൗരനിൽ ഒരു വൃദ്ധൻ്റെ വേഷത്തിലാണ് അഭിനയിച്ചിരിക്കുന്നത്. അതായത് 20 വയസ്സോ 21 വയസ്സേ ഉള്ളൂ. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും സിനിമാ രംഗത്ത് പുതുമ കൊണ്ടുവന്ന ആളാണ് ഭാസ്കർ മാഷ്. നമ്മൾ വേദനയോടെ പറയണം, അദ്ദേഹം ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടേണ്ടതാണ്. കിട്ടിയില്ല, കൊടുത്തില്ല. കാരണം മലയാള സിനിമയെ പൂർണ്ണമായിട്ട് മാറ്റിമറിച്ച ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടേണ്ട ആളാണ്. നമ്മൾ പാട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സാർ, ഭാസ്കർ മാസ്റ്ററുടെ ചില പ്രയോഗങ്ങളുണ്ട്, അതിമനോഹരമായ പ്രയോഗങ്ങളാണ്. ഉദാഹരണത്തിന് പൊട്ടിത്തകർന്ന കിനാവ്, ഹൃദയത്തെ ഒരു താമരക്കുമ്പിളാക്കുന്ന, ഇങ്ങനെ ഒരുപാട് ഒരു ഗ്രാമ്യമായ ഒരു ഭംഗിയുള്ള പ്രയോഗങ്ങൾ. അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വളരെ ലളിതമാണെന്ന് തോന്നാം, സാറ് പറഞ്ഞ പോലെ. പക്ഷേ ആ ലാളിത്യം എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ അതികഠിനമാണ് എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ശരി. ഭാസ്കർ മാസ്റ്ററുടെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വാഗ്മയ ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. വാഗ്മയ ചിത്രങ്ങൾ വരയ്ക്കുകയാണ് അദ്ദേഹം. അതായത് ഇപ്പോൾ അക്ഷരങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു ചിത്രം വരയ്ക്കുകയാണ്. അത് ഏത് പാട്ട് നമ്മൾ എടുത്ത് നോക്കിയാലും, ഇപ്പം കായലരികത്ത് വലയിറക്കുമ്പോൾ വളകിലിക്കിയ സുന്ദരി, കായൽ വന്നു, വളകിലിക്കുന്ന പെണ്ണ് വന്നു, എല്ലാം ഒറ്റപാചകത്തിൽ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി, പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ എന്ന് പറയുമ്പോൾ ആ അവളെ പതിവായി കാണുന്ന കായൽ വന്നു, കായലോരം വന്നു, അത് അവൾ പ്രേമിക്കുന്നു എന്നുള്ളത് വന്നു, ഞാൻ പ്രേമിക്കുന്നുണ്ട് എന്നെ. പിന്നെ വളരെ ഭാസ്കർ മാഷയുടെ നർമ്മബോധം എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥനായ കാമുകനല്ല. അതെ, നീ എന്നെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നില്ല. പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണമെന്ന് പറയുന്നു. കാരണം എന്നെ കൂടെ കൂട്ടത്തിൽ കൂട്ടണം. അതെ, പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ, ചിട്ടി ചേർക്കുന്ന പോലെ എന്നെ കൊണ്ടൊന്ന് കണക്കാക്കി. ഇതുപോലുള്ള നർമ്മബോധം അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളെയും സംസാരത്തിൽ കയ്യിലും കുത്തിയിരിക്കണ്ടല്ലോ, ഞാൻ പോയിക്കോട്ടെ എന്നാ പറയുന്നത്. അതെ, അല്ല, ഇത് ഞാൻ പറഞ്ഞ ഓരോ സ്ഥലം നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾ രാരിച്ചൻ നാഴിയൂരിപ്പാല് കൊണ്ട് നാടക കല്യാണം, അങ്ങനെ പറയാൻ ഭാസ്കർ മാസ്റ്റർക്ക് മാത്രമേ സാധിക്കൂ. അത് അദ്ദേഹത്തിന് ശിഷ്യനായിട്ട് പറയുന്നതല്ല. നാഴിയൂരിപ്പാല് കൊണ്ട് നാടക കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം എന്ന് പറയാൻ ഭാസ്കർ മാസ്റ്റർക്ക് മാത്രമേ കഴിയൂ. അത് ഞാൻ പറഞ്ഞു, ചുരുങ്ങിയ വാക്കുകൾ, ഒരുപാട് ആശയങ്ങൾ. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇപ്പം അപാരസുന്ദര നീലാകാശം, അനന്തതേ നിൻ മഹാസമുദ്രം, ഈ അപാരസുന്ദര നീലാകാശം, അനന്തതേ നിൻ മഹാസമുദ്രം എന്ന് പറഞ്ഞ് ആ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ ആ ജലാശയത്തിലുണ്ടായ പുഷ്പങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ്
അതിവിശാലമായ ഒരു ചിന്ത. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചമെന്ന് പറയുന്ന ഒരു സിംഫണിയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ മഹാവിശ്വം എന്നൊരു സിംഫണിയാണ്. അപ്പം അത് നോക്കി എഴുതി അതേ ആൾ തന്നെയാണ്. വെളിക്കു കാണുമ്പം നിനക്കു ഞാനൊരു പരുക്കൻ മുള്ളുള്ള മുരിക്ക്, കളിയല്ലെന്നൂടെ കരൽ തുറക്കുമ്പോൾ കരിക്കും നല്ലൊരു കരിക്ക്. വെളിക്കു കാണുമ്പം നിനക്കു ഞാനൊരു പരുക്കൻ മുള്ളുള്ള മുരിക്ക്, കളിയല്ലെന്നൂടെ കരൽ തുറക്കുമ്പോൾ കരിക്കു നല്ലൊരു കരിക്ക്. പറകയല്ല ഞാൻ കള്ളം, തുറന്നു നോക്കുകന്നുള്ളം, ശരിക്കുമുണ്ടടി നിനക്കു മുന്തുവാൻ മധുര ചക്കര വെള്ളം. ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ആ പദങ്ങൾ വന്ന് വീഴുന്നത്. ആ പദങ്ങൾ വന്ന് വീഴുന്ന അത് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കും ഇങ്ങനെ. കാരണം ആ ഇള്ളായും ഇക്കായും വന്ന് വീഴുന്ന നോക്കണം. വെളിക്കു കാണുമ്പം നിനക്കു ഞാനൊരു പരുക്കൻ മുള്ളുള്ള മുരിക്ക്, കളിയല്ലെന്നുടെ കരൽ തുറക്കുമ്പോൾ കരിക്കും നല്ലൊരു കരിക്ക്. പറകയല്ല ഞാൻ കള്ളം, തുറന്നു നോക്കുവെന്നുള്ളം, ശരിക്കുമുണ്ടടി നിനക്കു മുന്തുവാൻ മധുര ചക്കര വെള്ളം. ഇങ്ങനെ ഈ താമസവന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ എന്ന പാട്ടും, പ്രാണസഖി ഞാൻ വരൂ പാവരനാം പാട്ടുകാരൻ എന്ന പാട്ടും, കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാനായി വന്നവൻ ഞാൻ എന്ന് പറഞ്ഞ പാട്ടും, അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല, അനുദിനം ആത്മാവിൽ നടക്കും ഈ അനുരാഗപൂജ ഭവാൻ അറിയുന്നില്ല. ഈ പ്രണയഗാനങ്ങളും ഈ വിരഹഗാനങ്ങളൊക്കെ എഴുതിയ ആളാണ്. എന്തൊരു തൊന്തരവ്, അയ്യയ്യോ എന്തൊരു തൊന്തരവ്, ഒരു പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ് എന്നെഴുതുന്നത്. ഈ വൈജാത്യം എന്ന് പറയുന്നത് അപാരമാണ്. അങ്ങനെ എല്ലാ ഗാനേതാക്കളോടും, വയലാർ ഉൾപ്പെടെയുള്ള എല്ലാ വലിയ ഗാനേതാക്കളോടും ക്ഷമ ചോദിച്ചുകൊണ്ട് എളിയ ഗാനേതാവ് പറയുകയാണ്, ഇത്രയും വൈരാഗ്യം കൊണ്ടുവരാൻ മറ്റാർക്കും സാധ്യമല്ല, ഇത്രയും വ്യത്യസ്തത കൊണ്ടുവരാൻ മറ്റാർക്കും സാധ്യമല്ല. എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ് എന്ന് പറയുന്നത്. അമ്മായിയപ്പന് പണമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം, അമ്മായിയപ്പൻ പിഴയാണെങ്കിൽ സംബന്ധം അസംബന്ധം. അമ്മായിയപ്പന് പണമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം, അമ്മായിയപ്പൻ പിഴയാണെങ്കിൽ സംബന്ധം അസംബന്ധം. അപ്പം ഇങ്ങനെ എഴുതിയ ആൾ തന്നെയാണ് അപാരസുന്ദര നീലാകാശം. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. അതുപോലെ ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു, മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമസംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീ ഒരു രാഗമായിട്ട് പൊന്നോടക്കുഴലിൽ ഒളിച്ചിരുന്നു, ഞാൻ അറിയാതെ നീ ഒളിച്ചിരുന്നു. കാമുകിയോട് പറയുക, നീ ഒരു സുന്ദര രാഗമായിട്ട് എൻ്റെ ഓടക്കുഴലിൽ ഒളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബന ലഹരിയിൽ എൻ്റെ കരാങ്കുലികൾ വിരലുകൾ ആ ഓടക്കുഴലിൽ ചുംബിച്ചപ്പോൾ അത് പ്രേമസംഗീതമായി പുറത്തു വന്നു. എത്ര മനോഹരമായ ഭാവനയാണ് ഞാൻ പറയുന്നത്. 60 വരികൾ കൊണ്ട് ഒരു കവിതയിൽ കൊണ്ടുവരുന്നത് ഭാസ്കര മാഷ് 4 വരി കൊണ്ടുവരും. 60 കവിത എഴുതി 60 വരികൾ കൊണ്ട് മലമഹാകവി നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം 4, 5, 6 വരികളിൽ നമുക്ക് പറഞ്ഞുതരും വളരെ നിസ്സാരമായിട്ട്. അത് ഏത് പാട്ടെടുത്താലും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വാഗ്മയ ചിത്രം എന്ന് പറഞ്ഞല്ലേ, തളിർമരമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ പൂഞ്ചോലക്കടവിൽ, നിന്റെ പാദസരം കുലുങ്ങിയല്ലോ പാലുള്ളി ചന്ദ്രികയിൽ നിൻമന്ദഹാസം കണ്ടുവല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ. ഇത് ചിത്രം വരയ്ക്കുകയല്ലേ. അത് തളിർ മരം ഇളകി ഇളകുന്ന മരുന്ന മനസ്സും, തളിർ മരം ഇളകി നിന്റെ തങ്ക വള്ളി കിലുങ്ങിയല്ലോ, പൂഞ്ചോലക്കടവിൽ നിന്റെ പാദസരം കിലുങ്ങിയല്ലോ, പായുള്ളി ചന്ദ്രികയിൽ നിന്ന് മന്ദഹാസം കണ്ടുവല്ലോ, പാതയാ കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ. ഇങ്ങനെ
ചിത്രം വരയ്ക്കുകയാണ് അദ്ദേഹം. ആ ചിത്രങ്ങളിലൂടെ അതിമനോഹരമായ ആ പ്രണയം നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. ഇത് ഈ ഒരു ഇന്ദ്രജാലമാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, അദ്ദേഹം വളരെ പെട്ടെന്നാണ് എഴുതുന്നത്, വളരെ പെട്ടെന്ന്, നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ തപ്പി കാറിന്നോളൂ എന്ന് പറഞ്ഞ് ഞാൻ കാറിൽ കയറിയിരുന്നു. അദ്ദേഹം വന്ന് കയറാൻ പോകുന്ന സമയത്താണ് ഒരു പ്രൊഡക്ഷന്മാരെ ഓടി, സാറേ നാളെ രാവിലെ റെക്കോർഡിങ്, പാട്ട് കിട്ടിയിട്ടില്ല. അതേത് പാട്ട്? അപ്പോൾ സിറ്റുവേഷൻ പറഞ്ഞു. ഉടനെ പേപ്പറുണ്ടോ? എവിടെ കിട്ടും? അപ്പോൾ അത് സിഗരറ്റിൻ്റെ പാക്കറ്റ് അടർത്തി, സിഗരറ്റിൻ്റെ പാക്കറ്റ് അടർത്തി ഒരു കടലാസ് പോലെ ആക്കി ഈ കാലിങ്ങനെ കാറിൻ്റെ സീറ്റിലേക്ക് വെച്ചുകൊണ്ട് മുട്ടിൽ ഈ സിഗരറ്റ് പാക്കറ്റ് വെച്ചിട്ട് അദ്ദേഹം എഴുതിയൊരു പാട്ട്, 5-10 മിനിറ്റ് കൊണ്ട് എഴുതിയ പാട്ട്. അങ്ങനെ എഴുതാൻ ഭാസ്കർ മാഷ് മാത്രമേ കഴിയൂ. കാരണം അദ്ദേഹം എപ്പോഴും ഏതു നിമിഷവും അദ്ദേഹം കവിയായിരുന്നുള്ളതാണ്. അദ്ദേഹത്തിനിപ്പോൾ നിലാവ് കണ്ട് എനിക്ക് പ്രത്യേക ഒരു സ്ഥലം വേണം താമസിക്കാൻ, നല്ല നിലാവുള്ള രാത്രി വേണം, എങ്കിലും എനിക്ക് പ്രചോദനം വരൂ, ഒന്നുമില്ല. ഇത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു കവി. സ്പോണ്ടേനിയസ്, അദ്ദേഹം എപ്പോഴും കവിയാണ്, ഏത് സ്ഥലത്തും കവിയാണ്, ആൾക്കൂട്ടത്തിലും കവിയാണ്. ചുറ്റും ആളുകൾ നിന്നാലും അതിന് പാട്ട് എഴുതാൻ ഒരു ബുദ്ധിമുട്ട്. കാരണം ഏറ്റവും ട്യൂനനുസരിച്ച് ഭാസ്കർ മാഷെ പോലെ പാട്ട് എഴുതാൻ കഴിവുള്ള ഒരു മലയാള സിനിമ കണ്ടിട്ടില്ല. ഞാനും എഴുതിയിട്ടുണ്ട്, സലിച്ചോയുടെ കൂടെ, കനുഘോഷിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട്, വേദവാൻ ഓർമ്മയൊക്കെ. പക്ഷേ ഭാസ്കർ മാഷ സ്പീഡെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഉഷാഖന്നയോട് വർക്ക് ചെയ്യുമ്പോൾ ഉഷാഖന്ന ട്യൂൺ പാടി കഴിയുമ്പോഴേക്കും ഭാസ്കർ മാഷ വരി എഴുതി കഴിയും. അപ്പോൾ തന നീ മധു പകരു, അപ്പോൾ എഴുതും. ആലോചനയൊന്നുമില്ല, എവിടെ നിന്ന് വരുന്നത് എനിക്കറിഞ്ഞൂടാ. നീ മധു പകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയെ എന്ന് പറഞ്ഞാൽ അത് തന താന എന്ന് പാടി കൊടുക്കുന്നു. ആ കേൾക്കുന്ന ഒരു 2 നിമിഷത്തിനുള്ളിൽ ഈ പാട്ട് അദ്ദേഹം പാടി. അദ്ദേഹം അവിടെ മേശ ഉണ്ടെങ്കിൽ മേശപ്പുറത്ത് കൊട്ടിക്കൊണ്ട് താളം അടിച്ചുകൊണ്ട് പാടി കേൾപ്പിക്കുക. ഈ വരികൾ അങ്ങനെ പാടി കേൾപ്പിക്കും തിരിച്ചങ്ങോട്ട്. അത് ആ മേശപ്പുറത്ത് താളം അടിക്കും. അപ്പം അങ്ങനെ എത്ര പാട്ടുകളെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും. നമ്മൾ 1 മണിക്കൂറിൽ ഭാസ്കർ മാഷ് പാട്ടുകളെക്കുറിച്ച് എന്ത് സംസാരിക്കാം? മാഷ പാട്ടിനെ പറ്റി 1 മണിക്കൂറിൽ സംസാരിക്കാൻ നമുക്ക് പറഞ്ഞ പോലെ ഒരാഴ്ച തുടർച്ചയായിട്ട് നമ്മൾ ഈ പിന്നെ ഭാഗവതത്തിനൊക്കെ വയ്ക്കത്തില്ലേ, ഭാഗവത വായന എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ പരിപാടി വെച്ചിട്ട് ഓരോ ദിവസവും ഭാസ്കർ മാഷ് പ്രണയഗാനങ്ങൾ ഒരു ദിവസം, പ്രണയഗാനങ്ങളുടെ തത്വചിന്താപരമായ ഗാനങ്ങൾ ഒരു ദിവസം, ഭാസ്കർ മാഷ ഹാസ്യഗാനങ്ങൾ ഒരു ദിവസം, അദ്ദേഹത്തിൻ്റെ പ്രകൃതി ഗാനങ്ങൾ ഒരു ദിവസം. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിൽ പറയാൻ എനിക്ക് കഴിയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നല്ല വിശ്വസ്തനായ ശിഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും അറിയാം. അതെങ്ങനെ? കാരണം ആ പാട്ടുകളാണ് എന്നെ പാട്ടിൽ തന്നെ ആക്കിയത്, സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരിക്കലും ഭാവിച്ചിട്ടുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു നിർമ്മാതാവെന്ന നിലയിൽ അദ്ദേഹം നിർമ്മിച്ച 4 പടങ്ങളിൽ എന്നെ കൊണ്ട് പാട്ട് വെച്ചു. അദ്ദേഹം പാട്ട് എഴുതി, ഞാനും പാട്ട് എഴുതി. അപ്പോൾ അദ്ദേഹത്തിന് ഈ പാട്ട് എഴുതുമ്പോൾ ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്, ഉദയം എന്ന സിനിമയിൽ ഞാൻ എഴുതിയ, അദ്ദേഹം പാട്ട് എഴുതി, ഞാനും പാട്ട് എഴുതി. അപ്പോൾ ഉദയം എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നതിന് എന്നൊരു പാട്ടുണ്ട്, വളരെ ഫേമസ് സോങ്ങാണ്, യേശുദാസ് പാടിയത്. അപ്പോൾ ഈ ലിറിക്ക് എഴുതിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ എന്തിനാ എന്നെ ചെയ്തത്? സ്വാമിനെ കൊടുത്തേക്കു. കാരണം തമ്പിയുടെ പാട്ട് വായിക്കേണ്ട കാര്യമില്ല എന്ന് ഭാസ്കർ മാഷിക്ക് വിശ്വാസമുണ്ട്. അതാണ് പരസ്പര വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തമ്പി സ്വാമിയുടെ കൊടുത്തേക്കു, ദക്ഷിണാമൂർത്തി മ്യൂസിക്. അപ്പം ഞാൻ അങ്ങനെയല്ല, ഭാസ്കർ മാഷ് ഡയറക്ടറാണ്. ആസ് എ ഡയറക്ടർ യു ഷുഡ് നോ ദ സോങ്. നമുക്ക് അതിലേക്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹം എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നതിനുള്ള പാട്ട് മുഴുവൻ വായിച്ചിട്ട് നേരെ ആലോചിച്ച് എൻ്റെ തന്നെ പറഞ്ഞു, ഇതിലേറെ എന്ത് എഴുതാനാ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രമാത്രം അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ചില ഗാനങ്ങളെക്കുറിച്ചാണ്. സാധാരണ ദുഃഖങ്ങൾക്കിന്നു ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു, വിധിയും ഞാനും ഒരു കൂടുചീട്ടുമായി
വിളയാടാതിരിക്കുന്നു എൻ്റെ ദുഃഖങ്ങൾക്കിന്നു ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. അപ്പോൾ ഇതിനേക്കാൾ മനോഹരമായിട്ട് ഈ ജീവിതത്തെക്കുറിച്ച് എങ്ങനെ പറയാൻ പറ്റും, ദുഃഖത്തെ എങ്ങനെ സമീപിക്കണം, ഒരു ഒപ്റ്റിമിസം, അതായത് ഒരു ശുഭാപ്തി വിശ്വാസം ഇതിനേക്കാൾ മനോഹരമായി ഒരു ആസ്വാദന ഹൃദയത്തിലേക്ക് കടത്തിവിടാൻ സാധ്യമല്ല. ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കുക. ഈ ദുഃഖത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പം അദ്ദേഹം പറഞ്ഞത്, ദുഃഖങ്ങൾക്ക് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു, ഒരു മുറി സ്വർഗത്തിൽ എടുത്തു. വിധിയും ഞാനും വിധിയോട് പറഞ്ഞു, നീ എന്നെ കുറേ കാലമായിട്ട് പരീക്ഷിക്കില്ല, നീ വാ അല്പനേരം ചീട്ട് വയ്ക്കാം. വിധിയോട് പറയാം, നീ കുറേ കാലമായിട്ട് എന്നെ ദുഃഖിപ്പിക്കുന്നു, എന്നെ വേദനയിൽ ആഴ്ത്തുന്നു, ഞാൻ പലതും സഹിക്കുന്നു, പക്ഷേ ഏതായാലും തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, നീ വാ, നീ പിന്നെ എന്ത് വേണം ചെയ്തോ, എന്നെ തൽക്കാലം നമുക്ക് അല്പം ചീട്ട് വയ്ക്കാം. അപ്പോൾ ദുഃഖങ്ങൾക്ക് നീ ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു, വിധിയും ഞാനും ഒരു കൂട് ചീട്ടുമായി വിളയാടാനിരിക്കുന്നു. ഞാൻ വിധിയും കൂടെ കളിക്കുകയാണ്, ചീട്ട് കളിക്കുകയാണ്. അതുപോലെ വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ, മന്നിതിൽ ഇഴയും മനുഷ്യനു, അന്ധനാര് അന്ധകാര പരപ്പിലെ അന്ധനാര്. ഇപ്പോൾ അറിവില്ലാത്ത എനിക്കാണോ ദൈവത്തിനാണോ എന്നാണ് ചോദിക്കുന്നത്. ആരാ ശരിക്കും കണ്ണു കാണാത്തവൻ? വീണ്ടിലിരുന്ന് ഉറങ്ങുന്ന ദൈവമാണോ, അതോ മണ്ണിൽ എഴയുന്ന ഞാനാണോ, മനുഷ്യനാണോ? ആരാണ് ഈ ശരിക്കും അന്ധതയുള്ളത്? ദൈവത്തിനാണോ എനിക്കാണോ അന്ധതയുള്ളത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം, അത് തത്വചിന്തയുടെ ഉദാത്തമായൊരു മേഖലയാണ്. അതിൻ്റെ പ്രത്യേകത ഇത് ഈ വളരെയധികം പാട്ടുകൾ ഇദ്ദേഹം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രണയഗാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ദുഃഖഗാനത്തിൽ അനുരാഗനാടകത്തിൻ അന്ത്യമാം രംഗം തീർന്നു, അരങ്ങിതിലാളൊഴിഞ്ഞു, കാണികൾ വേർതിരിഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ നീലക്കുയിൽ പറഞ്ഞു വന്നല്ലോ, ലളിതമായ അദ്ദേഹത്തെ സരള കോമള പദങ്ങളാൽ അദ്ദേഹം എഴുതുന്ന പെട്ടെന്ന് മനസ്സിൽ കയറുന്ന പാട്ടുകൾ. ആ നീലക്കുയിലെ പാട്ടുകൊണ്ട് ഒതുങ്ങുന്നില്ല കേട്ടോ, വേറെയും പാട്ടുണ്ട്. അത് ഉദാഹരണമായിട്ട് നായർ പിടിച്ച പുലിവാൽ അദ്ദേഹം സംവിധാനം ചെയ്ത മൂന്നാമത്തെ പടമാണ്. നീലക്കുയിൽ, യാരിച്ചതുപോലെ, പിന്നെ നായർ പിടിച്ച പുലിവാൽ. ആ നായർ പിടിച്ച പുലിവാലിലെ പാട്ടുകളെല്ലാം എന്തിനിത്ര പഞ്ചസാര പുഞ്ചിരിപ്പാലിൽ, തങ്കം പുഞ്ചിരിപ്പാലിൽ, തങ്കം പുഞ്ചിരിപ്പാലിൽ, എന്തിനിത്ര കുങ്കുമം നീ പൂങ്കവിളിണയിൽ പൂശി, നീൻ പൂങ്കവിളിണയിൽ പൂശി, ഇങ്ങനെ വർത്തമാനം പറയുന്ന രീതി. പക്ഷേ നല്ല ഒന്നാമത്തെ കവിതയാണ്. അപ്പം അങ്ങനെ ഇത് അതിനകത്ത് ആദ്യത്തെ ഖവാലി, അതായത് ഭാഷ സംസ്കാരം, ഹിന്ദു മുസ്ലിം സംസ്കാരം തമ്മിലുള്ള ഒരു മനോഹരമായ ചേർച്ചയാണ്. കാരണം മുസ്ലിം സംസ്കാരം ഇത്രയും പഠിച്ച ഒരു ഗാനത വേറെയില്ല. കാരണം അത് കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. കൊടുങ്ങല്ലൂർ മുസ്ലിംസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പെരുവാൾ മുസ്ലിമായി എന്നാണ് പറയുന്നത്. അത് കൊടുങ്ങല്ലൂരിലായിരുന്നു. അപ്പോൾ ആ കൊടുങ്ങല്ലൂരാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ആ കൊടുങ്ങല്ലൂരിലെ സംസ്കാരം കൊണ്ട് അദ്ദേഹത്തിന് മുസ്ലിം സംസ്കാരവും മുസ്ലിം ഭാഷയും വളരെയധികം നന്നായിട്ടറിയാം. അപ്പോൾ അവിടെ അതാണ് ആദ്യമാദ്യ ഖവാലി പാട്ട്. ഈ ഖവാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗസൽ ഖവാലി രണ്ടാണ്, പലരും തെറ്റിദ്ധരിക്കും. ഖവാലി സോങ് എന്ന് പറഞ്ഞാൽ പ്രോസും പൊയട്രിയും ഒന്നാണെന്ന് തെളിയിക്കുന്നതാണ്. പ്രോസും പൊയട്രി പറയുക, പൊയട്രി പ്രോസിൽ പറയുക. അങ്ങനെ ഉള്ള ഒരു ഖവാലി സമ്പ്രദായത്തിൽ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ പാട്ട്, അതെത്ര മനോഹരമായ ഹ്യൂമർ ഉണ്ടായിരുന്നു നോക്കണം. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും, നോക്കി വെച്ചൊരു കാരകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും, നിൻ്റെ നോട്ടം തെറ്റിയാൽ പോകും. അത് സത്യൻ്റെ മുടി വെട്ടിക്കൊണ്ട് ബാർബർ പാടുന്നതാണ്. സത്യനാണ് നായകൻ. സത്യയും ട്രിപ്പീസ് കളിക്കാരനാണ് ഈ പിന്നെ സർക്കസിൽ. അപ്പോൾ നായർ പിടിച്ച് ഒരുപാട് സർക്കസ് സ്റ്റോറിയാണ്. അപ്പോൾ ഈ സത്യനെ മുടി വെട്ടുന്ന SP പിള്ള എന്ന ഹാസ്യകാരനാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മുടി വെട്ടിക്കൊണ്ട് പാടുകയാണ്. അപ്പോൾ ഈ രാഗിണി അതിൽ ഇവർക്ക് ഈ സർക്കസുകാർക്ക് കടമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ചായകടക്കാരൻ്റെ മകളാണ് രാഗിണി. രാഗിണി ട്രപ്പീസ് ആയിട്ട് പ്രണയത്തിലായി. അപ്പോൾ ഇയാൾക്കറിയാം. അതാ പറയുന്നത്, കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി പാമ്പഴം. കാരണം നിനക്ക് അവിടെ കേട്ടത് ഈ സർക്കസ് കഴിഞ്ഞ് അങ്ങ് പോകും. സർക്കസ് ഒരു ക്യാമ്പല്ലേ,
ക്യാമ്പിന് നീ സ്ഥലം വിടും, അപ്പോൾ വേറെ പെണ്ണുങ്ങൾ അടിച്ചോണ്ട് പോവളെ എന്നുള്ളത് എത്ര ലളിതമായിട്ടാണ്. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും. അങ്ങനെയാണ് ഖവാലി. ആദ്യം പ്രോസി പറയും, പിന്നാണ് സംഗീത ഈ പാട്ടായിട്ട് മാറുന്നത്. അതെ, അപ്പം അതിൽ നട്ടു നനച്ചൊരു വളർത്തിയ പൂച്ചെടി മുട്ടനാടത്തി തിന്നും. അങ്ങനെ വിവിധ എത്ര അവിടെയൊക്കെ തനി നാടൻ, അതായത് ഗ്രാമത്തിൻ്റെ ഭംഗി മുഴുവനും, അവിടുത്തെ ജീവിതം, ഗ്രാമത്തിലെ ജീവിതം എന്താണ്, ഗ്രാമീണരുടെ മനസ്സെന്താണ്, എല്ലാം അദ്ദേഹം മനോഹരമായിട്ട് കൊണ്ടുവരും. അതിന് അധികം സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്നാണ് പാട്ട് എഴുതുന്നത്. അതിൻ്റെ ഒരു മാസ്റ്ററാണ്. ഈസ് ദ മാസ്റ്റർ ഓഫ് ലളിത സംഗീതത്തിൻ്റെ മാസ്റ്ററാണ് അദ്ദേഹമാണ്. മലയാള ലളിത സംഗീതത്തെ അതിൻ്റെ ശരിയായ വഴിയിലേക്ക് തിരിച്ചുവിട്ട ആൾ പി ഭാസ്കരനാണ്. അതിന് മുമ്പ് ലളിത സംഗീതം ഉണ്ടായിരുന്നു, പക്ഷേ ശരിയായ വഴി ഇതാണ് എന്ന് കാണിച്ച് കൊടുക്കുകയും ആ ലളിത സംഗീതം എന്താണെന്ന് അദ്ദേഹം പിന്നാലെ വന്ന പി ഭാസ്കരൻ മാസ്റ്റർക്ക് പിന്നാലെ വന്ന വയലാറും ONV-യും പോലും അദ്ദേഹത്തിൻ്റെ വഴിയാണ് നടന്നതെന്നുള്ള സത്യം. പക്ഷേ ഇത് അദ്ദേഹം 18-ാമത്തെ വയസ്സിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരുന്നത്. അത് മനസ്സിലാക്കണം, പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. 18-ാമത്തെ വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത ആളാണ് പി ഭാസ്കരൻ. അതിൽ ആ മെമ്പർഷിപ്പ് എടുത്ത കാലത്ത് അദ്ദേഹം എഴുതിയ വയലാർ ഗർജിക്കുന്ന എന്ന കവിതയാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കവിത, ഒരു കമ്മ്യൂണിസ്റ്റ് കവിത. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് കവിത ഏതാണ്? പിന്നെ പൊന്നരവേൾ അമ്പളിയിൽ കണ്ണെറിയുന്നതൊക്കെ പിന്നെ വളരെ ശേഷമാണല്ലോ, കർഷക കേസാണത്. സോ അദ്ദേഹം ലാഹോറിൽ ഒളിപ്പോറിൽ പോയിട്ടുണ്ട്. ഒളിപ്പോർ പരിശോധിക്കാൻ വേണ്ടി ലാഹോർ പോയിട്ടുണ്ട്. ഒളിപ്പോർ പഠിക്കാൻ ലാഹോറിൽ പോയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്, ഈ ഒളിച്ചു താമസിക്കുന്ന സഖാക്കൾക്ക് സന്ദേശങ്ങൾ എത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ ഒളിച്ചു താമസിക്കുന്ന സഖാക്കൾക്ക്, അന്നത്തെ വലിയ സഖാക്കൾക്ക് സന്ദേശങ്ങൾ എത്തിക്കുക ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അത് മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിരുന്നു. കോട്ടയത്ത് ചെന്ന് അറസ്റ്റ് ചെയ്തു, ഭയങ്കര ഭീകരമായി തല്ലി, അദ്ദേഹം ജയിലിലിട്ടു. അങ്ങനെ വളരെ അവസ്ഥ നിലയിൽ അദ്ദേഹം ജയിലിൽ കിടന്നു. അന്ന് ജയിലിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് മറ്റൊരു സ്വാതന്ത്ര്യ സമര ഭടനായ K. കരുണാകരൻ ആണ്. ഈ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് കവി വയലാർ ഗർജിക്കും, ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ, ഒരു പുത്തൻ ഉയർനാടിനേകിക്കൊണ്ടുയരും വീണ്ടും, അലയടിച്ചെത്തുന്ന തെക്കൻ കൊടുങ്കാറ്റിൽ അലറുന്ന വയലാറിൻ ശബ്ദം കേൾപ്പൂ, വയലാറിന്നൊരു കൊച്ചു ഗ്രാമമിൽ ആർക്കുമേ വിലവേശാനാവാത്ത കാവ്യമത്രേ എന്നെഴുതിയ ഭാസ്കര മാഷെ അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിഞ്ഞു. അദ്ദേഹത്തിന് പത്മശ്രീക്ക് വേണ്ടി ശുപാർശ ചെയ്തില്ല. അവർക്ക് ഭരണം കിട്ടിയപ്പോൾ അദ്ദേഹത്തെ KSRTC ചെയർമാൻ സ്ഥാനത്ത് മാറ്റി. പക്ഷെ അന്നും ഉസ്സെത്ത് കവിത അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ രക്ഷിച്ചത് K. കരുണാകരൻ. എന്തുകൊണ്ട്? ജയിലിൽ കിടന്ന ഓർമ്മ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുമിച്ച് ജയിലിൽ കിടന്ന ഓർമ്മ കൊണ്ട് K. കരുണാകരനാണ് അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകിയത് ചലച്ചിത്ര അക്കാദമിയിൽ. അന്ന് ചലച്ചിത്ര അക്കാദമിയില്ല, കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ ആ ഒരു പത്മശ്രീ കിട്ടാതെ ഭാസ്കരൻ പക്ഷേ എഴുത്ത് പറയാം. ഇപ്പം എന്നോട് ചോദിക്കാൻ തമ്പി പത്മശ്രീ കിട്ടാതെ പി ഭാസ്കരന് കൊടുക്കാത്ത പത്മശ്രീ എനിക്കെന്തിനാ ചോദിക്കും ഞാൻ. പി ഭാസ്കരന് കിട്ടാത്ത പത്മശ്രീ എനിക്കെന്തിനാ? എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്ന ആളാണ്. മലയാള സിനിമയെ വഴിതിരിച്ചു വിട്ട ആളാണ്. ആസ് എ ഡയറക്ടർ, സോങ് റൈറ്ററായി മാത്രമല്ല, ഡയറക്ടറായിട്ട് ഇരുട്ടിൻ്റെ ആത്മാവിൻ്റെ സംവിധായകനാണ്. ഇരുട്ടിൻ്റെ ആത്മാവ് സിനിമയുടെ സംവിധായകനാണ്. നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ഗ്രാമോദ്ധാരണം വിഷയമാക്കിയ പഞ്ചായത്ത് രാജ്, നമ്മുടെ ഗാന്ധി സ്വപ്നം കണ്ട പഞ്ചായത്ത് രാജ് അദ്ദേഹം ആദ്യ ഖണ്ഡങ്ങൾ എന്ന സിനിമയിൽ കൊണ്ടുവന്നു. ആദ്യ ഖണ്ഡങ്ങൾ എന്ന സിനിമ അല്ല, കഥ ഏതാണ്. അപ്പം അങ്ങനെ ഏതെല്ലാം തരത്തിലാണ് അദ്ദേഹം നാടിന് വേണ്ടി ശ്രമിച്ചത്. ഇപ്പോൾ ഇത് ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി ജന്മഗൃഹമല്ലോ എന്ന് പറയുന്ന ഭാസ്കര മാഷാണ്. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഇങ്ങനെയുള്ള ദേശഭക്തി ഗാനം എഴുതിയ അദ്ദേഹത്തിന് ഭാരതത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ
ഇവിടെ അവാർഡുകൾക്കൊന്നും യാതൊരു വിലയുമില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവ് പി ഭാസ്കർ മാഷാണ്. കാരണം പി ഭാസ്കർ മാഷേക്കാൾ വലിയൊരു തെളിവ് ആവശ്യമില്ല. കാരണം അദ്ദേഹം ചെയ്യാത്ത ഒന്നുമില്ല. ചെയ്തതെല്ലാം ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അദ്ദേഹം രണ്ടാമനും മൂന്നാമനായിട്ടില്ല ഒരിടത്തും. ഗാനരചനയിൽ അദ്ദേഹം ഒന്നാമനാണ്. കാരണം ONV കുറുപ്പും വയലാറും പറഞ്ഞിരുന്നത് ഞങ്ങളുടെ മുമ്പേ പറഞ്ഞ പക്ഷി എന്നാണ്. അവരുടെ പ്രസംഗം ഞാൻ കേട്ടിരുന്നത്, അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ തുറകളിൽ, വിവിധ മേഖലകളിൽ, അതുപോലെ ഈ ആദ്യമായിട്ട് ഒരു ജാഥ നയിക്കാൻ മലയാളത്തിൽ ഒരു പാട്ട് എഴുതുന്നത്, പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ. 18 വയസ്സ് എഴുതിയതാണ്, മറക്കരുത്. പി ഭാസ്കരൻ 18ാമത്തെ വയസ്സ് എഴുതിയ പാട്ടാണിത്. പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ. അന്ന് കൊച്ചി വേറെ, മലബാർ വേറെ, കേരളം വേറെ. ഐക്യ കേരളം ഒരു സ്വപ്നം പോലുമല്ല. മലയാളികളുടെ മനസ്സിൽ ഐക്യ കേരളം എന്ന സ്വപ്നം പോലുമില്ല. അപ്പോഴാണ് പാരിൽ ഐക്യ കേരളത്തിന് കാഹളം മുഴക്കുവാൻ എന്ന് ഭാസ്കർ മാഷ് എഴുതി. അദ്ദേഹത്തിൻ്റെ ആ ദീർഘദൃഷ്ടി. 1956 ഐക്യ കേരളം വന്നു. പക്ഷേ അദ്ദേഹം എത്രയോ തൻ്റെ 18ാമത്തെ വയസ്സിൽ എഴുതിയതാണ് ഈ പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിൽ ഐക്യ കേരളത്തിന് കാഹളം മുഴക്കുവാൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വയലാർ ഗർജിക്കുന്നു എന്ന കാവ്യം പലരും ഇപ്പോഴും നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ കറങ്ങുന്നത്, കമ്മ്യൂണിസ്റ്റുകാർ പോലും വയലാർ ഗർജിക്കുന്നു, വയലാർ എഴുതാന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. ഒരു പ്രഭാഷണം ചെയ്തപ്പോൾ എനിക്ക് സ്റ്റേജിൽ പോയി പറയേണ്ടി വന്നു, വയലാറല്ല പി ഭാസ്കർ മാഷാണ് വയലാർ ഗർജിക്ക് എഴുതിയത്, നിങ്ങൾ തെറ്റാ പറയേണ്ടി വന്നു. അപ്പോൾ ഞാൻ സമ്മതിക്കും. ആര് പറഞ്ഞു വയലാർ ഗർജിക്ക് എഴുതിയില്ലേ വയലാർ പ്രസിദ്ധരായത്? ഞാൻ പറഞ്ഞല്ല, വയലാർ ഗർജിക്കുന്നു വയലാർ എഴുതല്ല, നിങ്ങൾ ദയവ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ കാരിയർ തുടങ്ങിയാൽ എങ്ങനെയാണ് പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വിട്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രേമഗാനങ്ങൾ എഴുതി. അപ്പോൾ EMS ആയിട്ട് വലിയ അടുപ്പമാണ്. അപ്പോൾ EMS പറഞ്ഞു, ഭാസ്കര വിപ്ലവഗാനങ്ങൾ എഴുതാവൂ, പ്രേമഗാനങ്ങൾ എഴുതരുത്. ഒരു വിപ്ലവകാരി ഒരിക്കലും പ്രണയഗാനങ്ങൾ എഴുതാൻ പാടില്ല എന്ന് EMS പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഖാവെ മാവോയിസത്വങ്ങ് പ്രേമിച്ചിട്ടുണ്ട്, അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്. മാവോയിസത്വം കവിയാണ്. അപ്പോൾ മാവോയിസത്വങ്ങ് പ്രണയിച്ചിട്ടുണ്ട്, അദ്ദേഹം കവിയുമാണ്, അദ്ദേഹം തീർച്ചയായിട്ടും പ്രേമകവിതകൾ എഴുതി കാണും. അതുകൊണ്ട് പ്രേമകവിതകൾ എഴുതാതിരിക്കാൻ സാധ്യമല്ല. അതിനെ തുടർന്നൊരു ചെറിയ സംഭാഷണം അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഭാസ്കർ മാഷ് ഇറങ്ങി നടന്നു. കൊല്ലത്തെ എന്നോട് പറഞ്ഞ വാചകം എനിക്ക് ഓർമ്മയുണ്ട്. കൊല്ലത്തെ പുരോഗമന കലാസാഹിത്യ സമ്മേളനത്തിൻ്റെ പന്തലിൽ നിന്ന് ഞാൻ ഇറങ്ങി നടന്നു എൻ്റെ മാത്രമായ ലോകത്തേക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ വിപ്ലവകാരികൾക്ക് അദ്ദേഹം ഒരു എന്താ പറയുന്നത്, ഒരു നേതാവായിരുന്നു, വിപ്ലവ ഗായകനായിരുന്നു. ധാരാളം കഥകൾ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഭാസ്കർ മാഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സജീവമായില്ലെങ്കിലും അദ്ദേഹം ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് കമ്മ്യൂണിസം മാറ്റിവെച്ചില്ല, കമ്മ്യൂണിസ്റ്റ് ഒഴിവാക്കിയില്ല, കമ്മ്യൂണിസ്റ്റ് എതിർത്തുമില്ല എന്നുള്ള തെളിവാണ് അദ്ദേഹം അവസാന കാലഘട്ടങ്ങളിൽ എഴുതിയ ഉസ്സത്ത് എന്ന കവിത. ആ ഉസ്സത്ത് എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നത്, കായൽക്കരയിലെ കൽപ്പകഛായയിൽ ചീയും ചകിരിയോടൊപ്പം എൻ്റെ ഈ പാട്ടൊണ്ട് ചെയ്യട്ട്, ബാക്കിയാ എന്തു വന്നാലും ആ നാരുകൾ കാലം തിരുമിപ്പിടിച്ചൊരു നൂലാക്കിടട്ടെ, കയറാക്കിടട്ടെ. ആ കയറുകൊണ്ട്, അതായത് എൻ്റെ ഈ ശരീരം തൊണ്ടുപോലെ ചെയ്യുമ്പോൾ അതിനെ ചകിരി പോലെ പിരിച്ച് കയറാക്കിയിട്ട് ആ കയറുകൊണ്ട് കുപ്പമാടങ്ങളെ കെട്ടിവയ്ക്കുവാൻ, വീടിൽ പാവപ്പെട്ടവൻ്റെ വീട് കെട്ടിമേയാനുള്ള കയറായിട്ട് ഉപയോഗിക്കണം എൻ്റെ ശരീരം. അവിടെയും അദ്ദേഹം കമ്മ്യൂണിസ്റ്റായിരുന്നു. അത് അവസാനം, അതായത് ഒരിക്കലും അദ്ദേഹം ദർശനത്തിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷേ വിപ്ലവകാരി കവി പ്രേമകവിത എഴുതണമെന്ന് പറഞ്ഞാൽ ഒരാളും ഞാനും സമ്മതിക്കുന്നില്ല, എനിക്ക് പ്രണയഗാനം എഴുതണമെന്ന് പറയും. അത് കവിയുടെ ദർശനമാണ്, കവിതയുടെ സ്വാതന്ത്ര്യമാണ്. എത്ര പറഞ്ഞാലും തീരാത്ത ഒരു മനുഷ്യനും ഒരു വിഷയമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇനി ചോദ്യങ്ങളെ കിടക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഭാസ്കര മാഷ് തന്നെ
പറഞ്ഞ ആത്മകഥയിൽ പറഞ്ഞ തമ്പി സാറിനെ പറ്റി പറഞ്ഞ 2 വാചകങ്ങൾ വെച്ചുകൊണ്ട് ഇത് നിർത്താമെന്ന് തോന്നുന്നു. ആദർശശാലിയായ ഒരു ചെറുപ്പക്കാരൻ, തൻ്റെ അഭിപ്രായങ്ങൾ എവിടെയും വെട്ടിത്തുറന്ന് പറയാൻ മടിക്കാത്ത വ്യക്തിത്വം. എനിക്ക് തമ്പിയെ ഏറെ ഇഷ്ടമാണ് എന്നാണ് ഏകദേശം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു അല്ലേ? ചോദ്യങ്ങളുണ്ടല്ലേ? വിഷയമായിട്ട് ബന്ധമില്ലാത്ത ഒരു ചോദ്യമാണ്. തമ്പി സാറിനെ നേരിട്ട് കണ്ടുകൊണ്ടാണ്. കേരളഗാനത്തിൻ്റെ ഒഴിവാക്കിയ പല്ലവി എന്ന് പാടാവോ? കേരളഗാനത്തിൻ്റെ ഒഴിവാക്കിയ പല്ലവി. ആ വിഷയം ഇവിടെ കൊണ്ടുവരണോ? ആ വിഷയം ഞാൻ മറന്നു. ഹരിതഭംഗി കവിത ചൊല്ലുമെൻ്റെ കേരളം, ഹരിതഭംഗി കവിത ചൊല്ലുമെൻ്റെ കേരളം, സഖ്യഗിരിതൻ്റെ ആളനയിൽ വിളങ്ങും കേരളം, സഖ്യഗിരിതൻ്റെ ആളനയിൽ വിളങ്ങും കേരളം, ഇളനീരിൻ മധുരമൂറുമെൻ മലയാളം, ഇളനീരിൻ മധുരമൂറുമെൻ മലയാളം, വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം, വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം, ഹരിതഭംഗി കവിത ചൊല്ലുമെൻ്റെ കേരളം. ഹലോ തമ്പി സാർ, നമസ്കാരം. നമസ്കാരം. ഭാസ്കർ മാഷിൻ്റെ ഒരു 2 വരി പാടിക്കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം സാർ. പ്രത്യൂഷ പുഷ്പമേ, പ്രത്യൂഷ പുഷ്പമേ, മുക്ത നൈർമല്യമേ, ചൊല്ലുമോ നീ പാതി വിരിഞ്ഞ നിൻ വിഹ്വല നേത്രത്താൽ തേടുന്നതേതൊരു ദേവപാദം, പ്രത്യൂഷ പുഷ്പമേ. ഓക്കെ, താങ്ക് യു സർ. ഒരു ചോദ്യം, അതായത് ഭാസ്കരൻ മാഷിൻ്റെ തുടക്കകാലങ്ങളിൽ അങ്ങേക്ക് അദ്ദേഹത്തിൻ്റെ നാടോടി ശൈലികളുമായിട്ട്, നാടോടി ശൈലി അങ്ങ് എഴുതുമ്പോൾ അത് സ്വാധീനിച്ചിരുന്നു ആദ്യകാല ഗാനങ്ങളിൽ? അല്ല, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം നീലക്കുയിൽ സംവിധാനം ചെയ്തു. ഞാൻ 9ാം സ്റ്റാൻഡേർഡ് പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും വിശാലമായി ചിന്തിക്കാനുള്ള പ്രായമില്ല. അപ്പോൾ ശരി സാർ, ഓക്കെ, താങ്ക് യു സാർ. ഇനി പ്രധാനമായിട്ടും വിട്ടുപോയ 2 കാര്യങ്ങൾ. ആദ്യമായി ഭാസ്കർ മാഷ് എഴുതിയ, അദ്ദേഹത്തിൻ്റെ 24ാമത്തെ വയസ്സിൽ അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി 8 വരി എഴുതി. അതൊരു മലയാള സിനിമയ്ക്ക് വേണ്ടി ആയിരുന്നില്ല. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്ര നിർമ്മാണ കമ്പനി ജെമിനി ആയിരുന്നു. ജെമിനി സ്റ്റുഡിയോ, അവർക്ക് സ്വന്തം സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ജെമിനി ചിത്രങ്ങൾ. അപ്പോൾ അവരെടുത്ത അപൂർവ സഹോദരന്മാർ എന്ന സിനിമയിൽ 5 ഭാഷകളിൽ ഒരു പാട്ടുണ്ടായിരുന്നു. അത് ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം. അത് ലഡ്ഡു മിഠായി വേണമാ എന്ന പാട്ട് തുടങ്ങുന്നത്. ലഡ്ഡു മിഠായി വേണമാ. അത് ഒരു സ്റ്റുഡിയോ ഉടമയും നിർമ്മാതാവൊക്കെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, വലിയ നടി പി ഭാനുമതി. പുരുഷന്മാർ, ഇപ്പോൾ നമ്മൾ സ്ത്രീ വിമോചനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കില്ലേ, അവർ സ്വയം വിമോചിതയായ സ്ത്രീയാണ് പി ഭാനുമതി. അവർ സ്വന്തം സ്റ്റുഡിയോ തുടങ്ങി, സ്വന്തമായിട്ട് ചലച്ചിത്രങ്ങളെടുത്തു, സ്വന്തമായ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അങ്ങനെ അവർ അഭിനയിക്കുന്ന പടങ്ങളിൽ അവരുടെ പാട്ട് അവരെ പാടുള്ളൂ. അങ്ങനെ പി ഭാനുമതി പാടിയ പാട്ടാണ് ലഡ്ഡു മിഠായി വേണമാ എന്ന് തുടങ്ങുന്ന പാട്ടിൽ ഒരു 8 വരിയാണ് ഭാസ്കർ മാഷ് ആദ്യമായിട്ട് എഴുതിയത്. അതിങ്ങനെയാണത്, ഒരു മാപ്പിളപ്പാട്ടാണ്. അപ്പോൾ ഈ ജെമിനി SS വാസൻ, ജെമിനിയുടെ ഉടമസ്ഥനും സംവിധായകനുമായ SS വാസൻ
അന്വേഷിച്ചു. മലയാളം കവികൾ ആരെങ്കിലും ഉണ്ടോ മദ്രാസിൽ, എനിക്കൊരു 8 വരി എഴുതി കിട്ടണം. അപ്പോൾ അന്ന് ഭാസ്കരൻ മാഷ് ജയകേരളം എന്ന മാതൃഭൂമി തന്നെ പോലെ തന്നെ ഒരു നല്ല വാരിക മദ്രാസിൽ നിന്ന് ആ കാലത്ത് ഇറങ്ങിയിരുന്നു. ജയകേരളം എന്നതിൻ്റെ പേര്. ആ ജയകേരളത്തിൻ്റെ സഹപത്രാധിപരായ ജോലിയാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ആരോ പറഞ്ഞു, അങ്ങനെ അദ്ദേഹത്തെ വിളിപ്പിച്ചു. അദ്ദേഹം 8 വരി മാപ്പിളപ്പാട്ടായിട്ടാണ് ചെയ്തത്. അത് കടക്കണ്ണിൻ തലപ്പത്ത് കറങ്ങും വണ്ടേ കളിച്ചും കൊണ്ട് പറക്കണതെന്തിനോ വണ്ടേ പൂതിയിഴുന്നൊരു കരിവരി വണ്ടേ പൂമരമിന്ന് വിരിഞ്ഞത് കണ്ടേ കടമിഴി വല വീശി കരിവറ്റ കരിമിഴി ചതിച്ചു പൊന്നേ കടമിഴി വല വീശി വലച്ചിടൊല്ലെന്നെ എന്തിനാണ് പൂങ്കരളെ പന്തിരണ്ടിലാക്കണ് എപ്പോഴാണ് ഈ പൂമരം വിരിഞ്ഞു തേൻ കുടിക്കണ്. ഇതാണ് അദ്ദേഹം ആദ്യമായി എഴുതിയ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ വരികൾ. ഇതൊരു മലയാള പടത്തിലായില്ല, വന്നത് തമിഴ് സിനിമയിലാണ്. എന്നാൽ ചന്ദ്രിക എന്ന സിനിമയിൽ 1950 പുറത്തു വന്ന ചന്ദ്രിക എന്ന സിനിമയിലാണ് ഭാസ്കരൻ മാഷ് ആദ്യമായി മലയാളത്തിൽ പാട്ട് എഴുതിയത്. അപ്പോൾ തുമ്മമൺ പത്മനാഭൻകുട്ടി എന്നൊരു ഗാന്ധിതാവ് 7 പാട്ട് എഴുതി കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പി ഭാസ്കരൻ എന്നൊരു കവിയുണ്ട് മദ്രാസിൽ, നല്ലപോലെ കവിത എഴുതുന്ന ആളാണെന്ന് അറിഞ്ഞത്. അദ്ദേഹത്തെ വിളിപ്പിച്ചു. അങ്ങനെ ഭാസ്കരൻ മാഷിൻ്റെ ആദ്യ പാട്ടും കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ പല്ലവി മാത്രം. സി എച്ച് ആത്മ എന്നൊരു മുഹമ്മദ് റാഫിക്കും തലത് മുഹമ്മദിനും മുമ്പ് സി എച്ച് ആത്മ എന്നൊരു ഗായകൻ ഹിന്ദി സിനിമയിലുണ്ടായിരുന്നു. ആ സി എച്ച് ആത്മ പാടിയ ഒരു പാട്ടിൻ്റെ ഈണത്തിലാണ് മലയാളത്തിൽ, അന്നത്തെ മലയാള സിനിമ അങ്ങനെ ഹിന്ദി ടൂളിൽ അങ്ങനെ അനുകരിക്കുകയാണ്. അത് ആ ഒറിജിനൽ പാട്ട് ഇതാണ്. പ്രീതം ആൻ മിലോ प्रीतम आन मिलो दुखिया दिया बुलाए प्रीतम आन मिलो. ഇത് കേട്ടിട്ട് ഭാസ്കർ മാഷ് എഴുതിയ പാട്ടാണ്. കേഴുക ആത്മസഖി കേഴുക ആത്മസഖി തകരും നിതാക്കിനാക്കൾ കേഴുക ആത്മസഖി കേഴുക ആത്മസഖി. ഇതാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി ഭാസ്കർ മാഷ് എഴുതിയ ആദ്യത്തെ പാട്ട്. അതിനുശേഷമാണ് അദ്ദേഹം എല്ലാ വിലപ്പെട്ട ഗാനങ്ങളും എഴുതിയത്. ഞങ്ങളുടെ സമയം ഏതാണ്ട് തീരാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്താണ് ഒരു ഗാനം, ഒരു പാട്ട് എങ്ങനെ ഇരിക്കണം, ഒരു ചോദ്യം കൂടി ഇറക്കും സർ. വയലാറിൻ്റെ പറയൂ. വയലാർ രചിക്കുന്ന കാമുകി അല്ലെങ്കിൽ വയലാർ വർണ്ണിക്കുന്ന കാമുകി എന്ന് പറയുന്നത് ഒരു മാദകത്വം തുളുമ്പുന്ന സ്ത്രീയായിട്ടും പി ഭാസ്കരൻ്റെ കാമുകി കുലീനത്വമുള്ള കാമുകിയായിട്ടുമാണ് എൻ്റെ ഒബ്സർവേഷനിൽ ഞാൻ കണ്ടിട്ടുള്ളത്. സാർ, ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യകാലത്തിൽ മനോഹരമായ പ്രണയഗാനങ്ങൾ, പ്രേമഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഭാസ്കരൻ മാഷിൻ്റെ ആ ഗാനങ്ങളും ഇന്നത്തെ ചലച്ചിത്രങ്ങളിൽ നിന്നും വരുന്ന പ്രണയഗാനങ്ങളെപ്പറ്റിയും ഒരു കമ്പാരിസൺ സാറൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അല്ല, ഇന്നത്തെ ഗാനങ്ങളെക്കുറിച്ച് പറയേണ്ട ഒരു അവസരമല്ല ഇത്. ഭാസ്കരൻ മാഷുടെ ഗാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പാട്ടുകളെക്കുറിച്ച് പറയേണ്ട, കാരണം നമുക്കറിയാമല്ലോ, കാലം മാറിയിരിക്കുന്നു, വ്യവസ്ഥിതി മാറി, ജനങ്ങൾ മാറി, പുതിയ തലമുറ മാറി. മാറ്റത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണേണ്ടി വരും. അത് കുറ്റം പറയണമെന്ന് കാര്യമില്ല. ഓരോ കാലത്തിലും ഓരോ കാലഘട്ടത്തിലും ഓരോ പാട്ടുകൾ, അത്രയേ ഉള്ളൂ. ഓരോ ശൈലി, അത്രയേ ഉള്ളൂ. ഈ പാട്ടുകൾ ഇവിടെ മാത്രം, മലയാളത്തിൽ മാത്രമല്ല മാറിയത്, ലോകം മുഴുവൻ മാറി. ഇൻ്റർനാഷണൽ ചേഞ്ചാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പരിസമാപ്തിയായിട്ട് ഭാസ്കരൻ മാഷ് ഒരു ഗാനം എങ്ങനെ ഇരിക്കണം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം ഈ പാട്ടായിരിക്കും. അത് ഭാസ്കരൻ മാഷുടെ പാട്ടാണ്. അത് പറ്റുമെങ്കിൽ മുഴുവൻ, അല്ലെങ്കിൽ ഓർമ്മയുള്ളത് ചൊല്ലിക്കൊണ്ട് ഞങ്ങളിത് അവസാനിപ്പിക്കുകയാണ്. ഒരു പരാമർശം കൂടി. എന്താ? ഇപ്പം ജയകേരളത്തെക്കുറിച്ചും ഭാസ്കരൻ മാഷെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നതാണ്. പറയൂ. ജയകേരളത്തിൻ്റെ കാലത്ത് വൈക്കം മുഹമ്മദ് ബഷീർ പി ഭാസ്കരനെ കുറിച്ചൊരു രസകരമായ അനുസ്മരണം എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, ഭാസ്കരൻ മാഷ് എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ റോഡിലൂടെ നടന്നിട്ട് അന്ന് കണ്ട ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ പ്രേമിക്കുമായിരുന്നു. അവരുടെ പേരോ വിലാസമോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ ഭാസ്കരൻ മാഷെക്കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ വേരും നുണയും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ബഷീർ രസകരമായ ഒരു പേരും ഭാസ്കരൻ മാഷ്ക്ക് നൽകിയിട്ടുണ്ട്,
പിസ്കി ബസ്കറാസ്കി എന്നായിരുന്നു ബഷീർ ഇട്ട പേര്. ഓ ഭാസ്കരൻ മാഷെ അല്ല, അനുസ്മരിക്കും. ബഷീർ അങ്ങനെ ഫലിതങ്ങൾ എല്ലാവരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അപ്പം ഭാസ്കരൻ മാഷെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിനെയും അദ്ദേഹത്തിന്റെ കാലത്തെയും നാം അനുസ്മരിക്കുന്നു. നന്ദി സാർ. അതെ, ഇപ്പം എം ഗോവിന്ദൻ, ഇപ്പം നമ്മുടെ ആധുനിക മലയാള കവിതയുടെ തുടക്കക്കാരനായ എം ഗോവിന്ദൻ അയ്യപ്പ പണിക്കരുമാണ് ആധുനിക ഇപ്പോഴത്തെ ഗദ്യത്തിൽ കവിത എഴുതിയാൽ മതി, വൃത്തം വേണ്ട എന്ന് തീരുമാനിച്ച വ്യക്തി രണ്ടുപേരും. അവർ ആ എം ഗോവിന്ദൻ എഴുതിയിട്ടുണ്ട് 26-കാരനായ മഹാകവി എന്ന് പി ഭാസ്കരനെ കുറിച്ച്. 26 വയസ്സുള്ള മഹാകവി എന്ന് പി ഭാസ്കരൻ എഴുതിയിട്ടുണ്ട്. ഒരു പാട്ട് മാത്രമേ ഉള്ളൂ, തീരുമാനം. ഇനി ഇത് ഞാൻ പാടാതെ പോയാൽ ഞാൻ ഭാസ്കര മാഷ ചെയ്യുന്ന വലിയ അനീതിയായിരിക്കും. അതുകൊണ്ട് കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം. മധുര മഹിത ഗ്രന്ഥമിതാരോ തന്നു, മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു വെച്ചു, ജീവൻ്റെ വിളക്കും കൊളുത്തി വെച്ചു, അവനാവോളം ആദിച്ചു, മതിമറക്കാൻ കാവ്യപുസ്തകമല്ലോ ജീവിതം. മധുര കാവ്യമിതു മറക്കുന്നു, ഇതിൽ മണ്ടന്മാർ കണക്കുകൾ കുറിക്കുന്നു. മധുര കാവ്യമിതു മറക്കുന്നു, ഇതിൽ മണ്ടന്മാർ കണക്കുകൾ കുറിക്കുന്നു. കൂട്ടുന്നു പിന്നെ കിഴിക്കുന്നു, ഒടുവിൽ കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ കാവ്യപുസ്തകമല്ലോ ജീവിതം. നമ്മളിൽ അധികം പേരും ഈ കാവ്യപുസ്തകം കണക്കെഴുതുന്ന മണ്ടന്മാരാണ്. നന്ദി, നമസ്കാരം.